ട്രാപ്പ് ചാപ്റ്റേഴ്സ് എന്ന് വിളിച്ചാൽ എന്താ, നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു നീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാള് മാത്സ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബി വെരി കെയർഫുൾ. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ ഒരുപാട് സമയം ഇട്ടാൽ അത്രയധികം ഈൽഡ് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരൂല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അത്ര ഈൽഡ്, നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു ഈൽഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പണ്ട് വരാറുണ്ടായിരുന്നു, പക്ഷെ റീസെന്റ് ഇയേഴ്സിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമൊക്കെ കാൽക്കുലസുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. സോ സ്റ്റാൻഡ് അലോൺ ആയിട്ട് റിലേഷൻ ആൻഡ് ഫംഗ്ഷനോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഒന്നും പഠിക്കുന്നതിൽ വലിയ ഈൽഡ് ഒന്നും ഉണ്ടാവാറില്ല.